മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയ വിവാദ പരാമർശത്തെ തുടർന്ന് പാർട്ടി നേതൃത്വം ഇപ്പോൾ കടുത്ത പ്രതിരോധത്തിലാണ്. സലാമിന്റെ വാക്കുകൾ രാഷ്ട്രീയ മര്യാദയുടെ അതിർവരമ്പുകൾ ലംഘിച്ചു എന്ന വിമർശനം അതിരൂക്ഷമായതോടെ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിഷയത്തിൽ ഇടപെട്ട് പരസ്യമായി തിരുത്തിയിരിക്കുന്നു. ഈ നടപടിയിലൂടെ വിവാദത്തിൽ നിന്ന് പാർട്ടിയെ വേർതിരിച്ചെടുക്കാനും പൊതുസമൂഹത്തിലെ പ്രതിച്ഛായ സംരക്ഷിക്കാനുമുള്ള അടിയന്തര പ്രതിരോധ നീക്കമാണ് ലീഗ് നേതൃത്വം നടത്തിയത്. മലപ്പുറം വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെ പൊതുവേദിയിൽ വെച്ച് PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടിനെ വിമർശിച്ചുകൊണ്ട് PMA സലാം സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ നിലപാടിനെ ദുർബലമായി ചിത്രീകരിക്കുന്നതിനിടെ സലാം നടത്തിയ പരാമർശം ഇതാണ്: ഒന്നുകിൽ മുഖ്യമന്ത്രി ആണോ അല്ലെങ്കിൽ പെണ്ണോ ആകണം. ഇത് രണ്ടുമല്ലാത്ത മുഖ്യമന്ത്രിയെ കിട്ടിയതാണ് നമ്മുടെ അപമാനം. മുഖ്യമന്ത്രി പിണറായി വിജയനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് ലൈംഗിക ന്യൂനപക്ഷങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമായ പദപ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. ഈ പ്രസ്താവന പുറത്തു വന്നതോടെ രാഷ്ട്രീയ വിമർശനത്തെ വ്യക്തിഹത്യയുടെ നിലവാരത്തിലേക്ക് തരം താഴ്ത്തിയെന്ന കടുത്ത വിമർശനം പൊതുസമൂഹത്തിൽ നിന്നുയർന്നു. CPM അടക്കമുള്ള എതിർകക്ഷികൾ ലീഗിന്റെ സാംസ്കാരിക അപജയമായി ഈ വിഷയത്തെ ഉയർത്തിക്കാട്ടി. UDF മുന്നണിയിലും ഇത് അസ്വസ്ഥതയുണ്ടാക്കി. ലീഗിന്റെ രാഷ്ട്രീയ അടിത്തറയ്ക്കും മതേതര സ്വഭാവത്തിനും ചോദ്യചിഹ്നമിട്ട ഈ സാഹചര്യം ഒഴിവാക്കാൻ നേതൃത്വം നിർബന്ധിതരായി. ഈ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായതോടെ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ വിഷയത്തിൽ നേരിട്ടിടപെട്ട് സലാമിന്റെ പരാമർശങ്ങളെ തള്ളിപ്പറഞ്ഞു. രാഷ്ട്രീയപരമായ വിമർശനങ്ങളാകാം, എന്നാൽ വ്യക്തിപരമായ ആക്ഷേപങ്ങളോ സംസ്കാരശൂന്യമായ പദപ്രയോഗങ്ങളോ ലീഗ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആർക്കെതിരെ ആയാലും വ്യക്തിപരമായ അധിക്ഷേപം അംഗീകരിക്കാനാവില്ല എന്നായിരുന്നു തങ്ങളുടെ നിലപാട്. പാണക്കാട് തങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ലീഗ് എക്കാലവും ഉയർത്തിപ്പിടിക്കുന്ന മിതവാദപരമായ നിലപാടുകൾ പൊതുസമൂഹത്തിൽ വീണ്ടും ഉറപ്പിക്കേണ്ടത് അനിവാര്യമായിരുന്നു. സലാമിന്റെ പരാമർശം ലീഗിനെ തീവ്ര നിലപാടുകളുള്ള പാർട്ടിയാക്കി ചിത്രീകരിക്കപ്പെടാൻ ഇടയാക്കും. മതേതര വോട്ടർമാർക്കിടയിലും UDF ഘടകകക്ഷികൾക്കിടയിലുമുള്ള ലീഗിന്റെ സ്വീകാര്യത നഷ്ടപ്പെടാതിരിക്കാൻ തങ്ങളുടെ ഈ തിരുത്ത് ആവശ്യമായിരുന്നു. രണ്ടാമതായി, ലീഗിന്റെ രാഷ്ട്രീയ നയങ്ങളിൽ നിന്നും വ്യതിചലിച്ച് ചില നേതാക്കൾ വ്യക്തിപരമായി നടത്തുന്ന ഇത്തരം പ്രസ്താവനകളെ നിയന്ത്രിക്കാനും പാർട്ടിയിലെ എല്ലാ നേതാക്കൾക്കും സാംസ്കാരികമായ ഒരു മുന്നറിയിപ്പ് നൽകാനും തങ്ങൾ ഈ അവസരം ഉപയോഗിച്ചു. എന്നാൽ PMA സലാമിന്റെ ഭാഗത്തു നിന്നും ഇത് ആദ്യമായല്ല ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നത്. മുൻപ് സമസ്തയുടെ ഉന്നത നേതാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും സലാം നടത്തിയ ചില പരോക്ഷ പരാമർശങ്ങൾ വിവാദമായിരുന്നു. സമസ്ത അധ്യക്ഷൻ ജെഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ സലാം നടത്തിയ പരാമർശം സമസ്ത ലീഗ് ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കി. ആ ഘട്ടത്തിലും പ്രശ്നം കൂടുതൽ വഷളാകാതിരിക്കാൻ പാണക്കാട് തങ്ങൾ ഇടപെടുകയും സലാം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഒരേ നേതാവിൽ നിന്ന് ആവർത്തിച്ച് ഇത്തരം രാഷ്ട്രീയ മര്യാദയില്ലാത്ത പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ പാണക്കാട് തങ്ങൾക്ക് ഇതൊരു വലിയ സംഘടനാ തലവേദനയായി മാറുകയാണ് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഓരോ തവണയും പാർട്ടിയുടെ മിതവാദ മുഖം സംരക്ഷിക്കുന്നതിനായി തങ്ങൾക്ക് ജനറൽ സെക്രട്ടറിയെ പരസ്യമായി തിരുത്തേണ്ടി വരുന്നു. ഇത് ലീഗിന്റെ ഉന്നത നേതൃത്വത്തിൽ നിലനിൽക്കുന്ന പൊരുത്തക്കേടുകൾക്കാണ് അടിവരയിടുന്നത്. പാർട്ടിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു നേതാവിനോട് ലീഗ് നേതൃത്വം ഇനി എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്ന് കണ്ടറിയണം. തങ്ങളുടെ ഈ ശക്തമായ ഇടപെടൽ PMA സലാമിന് നൽകുന്ന കടുത്ത താക്കീതാണ്. ഈ സാഹചര്യത്തിൽ PMA സലാം പരസ്യമായി ഖേദം പ്രകടിപ്പിക്കാൻ നിർബന്ധിതനാകും. എന്നാൽ ഭാവിയിൽ ഇത്തരം വിവാദങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സംഘടനയ്ക്കുള്ളിൽ ഒരു സ്ഥിരമായ അച്ചടക്ക നടപടിക്ക് ലീഗ് നേതൃത്വം തയ്യാറാകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ലീഗിന്റെ വിശ്വാസ്യത.